ഹായ് ഹലോ മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അങ്ങനെ അലീനയും ഔദക്കുട്ടിയും കൂടി സംസാരിക്കുകയാണ്. നമ്മുടെ സ്റ്റാലിനി ജോസഫിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ഔദക്കുട്ടി സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അലീനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അവൻ എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഞാൻ നിന്റെ ഭാഗം കൂടിയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ സ്റ്റാലിനിക്ക് മനസ്സിലായെന്ന് പറയാട്ടോ. എന്തായാലും ഒരുപാട് സംശയങ്ങൾ നമ്മുടെ അലീനയ്ക്ക് ഉണ്ട്. ഇത്രയും കാലമായിട്ടും നമ്മുടെ എൽസമ്മയുടെ യാതൊരു വിവരവും ഇല്ല. അവൾ വന്നിട്ട് ഇവിടേക്ക് ഇത്ര ദിവസമായി, എന്നിട്ടും എൽസമ്മ ഇതുവരെ ഇങ്ങോട്ട് വന്നു നോക്കിയിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാലിനി പോയിട്ടുമില്ല. അപ്പോൾ അവരും മക്കളും ഒക്കെ ആയിട്ട് സ്റ്റാലിനിക്ക് വലിയ എന്തോ പ്രശ്നമുണ്ട്. അതൊക്കെ എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അലീനയ്ക്ക്. അതുകൊണ്ട് തന്നെ വല്യപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്. ആദ്യം വല്യപ്പച്ചൻ എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊരിക്കലും സത്യമാവാൻ വഴിയില്ല. ഇത്രയും കാലം അവരുടെ കൂടെ നിന്ന ആളല്ലേ, അതായത് സ്വന്തം മോൻ്റെ കാര്യം അറിയില്ല എന്ന് പറയുന്നത് അത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ സത്യം പറയുന്നുണ്ട്. അവൾ എന്തായാലും അവിടെയാണ് ജീവിക്കുന്നത്. കാരണം മിലിറ്ററിയിലായിരുന്ന സമയത്ത് തന്നെ നമ്മുടെ റീത്തമ്മ ചേച്ചിയുടെ കൂടെ തന്നെ എൽസമ്മയ്ക്ക് നിൽക്കണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ സ്റ്റാലിനിയും വിചാരിച്ചു അവനിവിടെ ഇല്ലാത്തതല്ലേ, അപ്പോൾ അവൾക്കൊരു കൂട്ടായിരിക്കില്ലോ എന്ന് വിചാരിച്ച് അവരെടുത്ത് താമസം തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ആ വീട് വെച്ച് കൊടുത്തൊക്കെ നമ്മുടെ സ്റ്റാലിനിയാണ്. അവർക്ക് വേണ്ട പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പൈസ എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്, ബാക്കി എത്രയുണ്ട്, മിച്ചം എത്രയുണ്ടെന്നും ഇത്രയും കാലമായിട്ട് അവൻ തിരക്കാൻ പോയിട്ടൊന്നുമില്ല. പക്ഷേ റീത്തമ്മയുടെ കൺട്രോളിലാണ് എൽസമ്മ നിൽക്കുന്നത്. റീത്തമ്മ പറയുന്നതാണ് അവൾക്ക് ഏറ്റവും വലിയ വേദവാക്യം. മക്കൾക്കും അതുപോലെ തന്നെയാണ്. അവർ അവിടെയൊക്കെയാണ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്, ഈ ഭാഗത്തൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയായിട്ട് വലിയ ടച്ചൊന്നുമില്ല. പിന്നെ അവരുടെ മക്കളെ, അതായത് എൽസമ്മ അവരുടെ മക്കളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം റീത്തമ്മ പറഞ്ഞിട്ടാണ്. അച്ഛൻ ഭയങ്കര കള്ളുകുടിയാണ്, പിന്നെ പൈസ ദൂർത്തടിക്കും, അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അച്ഛനെ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഇവർ ആത്മബന്ധമൊന്നുമില്ല. പൈസ കൊടുക്കുന്നുണ്ട് എന്നല്ലാതെ കൂടുതൽ താല്പര്യമൊന്നും ഇവർ കാണിക്കുന്നില്ല. അപ്പം സ്വന്തം മക്കളല്ലേ, എന്ത് തെറ്റ് ചെയ്താലും സ്വന്തം മക്കളല്ലേ, അതുപോലെ തന്നെ അവർക്ക് അവരുടെ അച്ഛനെയല്ലേ. അതുകൊണ്ട് എങ്ങനെ അവർക്ക് പറിച്ചു മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അലീന. ഇതൊക്കെ അറിയുമ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നുന്നുണ്ട്. കാരണം അച്ഛൻ്റെയൊക്കെ വില അവൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കൺമുന്നിൽ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ എന്തിനാ അകന്ന് നിൽക്കുന്നതെന്നാണ് അവൾ ചിന്തിക്കുന്നത്. അപ്പം അന്നേരം പറയുന്നുണ്ട്, അങ്ങനെയാണ് അവർ ഇത്രയും കാലം ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ പറയുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് തട്ടിയെടുക്കണ്ടേ, വലിയപ്പച്ചൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ, വലിയപ്പച്ചനല്ലേ ഇതൊക്കെ പറയേണ്ടത്. ആദ്യ കാലത്ത് തന്നെ ഇതിനൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നല്ലോ. എങ്കിലിപ്പോൾ അവരെത്ര സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നു, നമ്മളെല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നല്ലോ എന്നൊക്കെ അലീന പറയുമ്പോൾ ഔദക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ലാലിച്ചൻ കേൾക്കുമോ, അവനോട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതോ അവൻ തിരിച്ചങ്ങോട്ട് പറയുന്നതോ ഒന്നും സാധാരണ നടക്കുന്ന കാര്യമല്ല. അവൻ ആരും കൺട്രോൾ ചെയ്യുന്നത് അവന് ഇഷ്ടമല്ല. അവൻ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എന്ത് പറയാനാ, എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. എൽസമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്. അവൾ പിന്നെ ഇങ്ങോട്ട് വരാത്തത്, അവൾ ഭയങ്കര ഭക്തിയാണ്. അവൾ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് ധ്യാനത്തിനൊക്കെ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടേക്ക് വരുന്നതൊന്നുമല്ല വലിയ കാര്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ലാലിച്ചൻ അങ്ങോട്ട് പോകുന്നതും ഇഷ്ടമല്ല. അവന് ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് മനസ്സമാധാനം എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. പിന്നെ റീത്തമ്മ അവരെ അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബന്ധം ഇങ്ങനെയൊക്കെ പോകുന്നത്. അവരുടെ ആങ്ങളമാർക്ക് ഇവനെ, അതായത് സ്റ്റാലിനിയെ കണ്ണെടുത്ത കണ്ടൂടാ. സ്റ്റാലിനിക്കും അതുപോലെ തന്നെയാണ്. ആ ബന്ധം നല്ലപോലെ കൊണ്ടുപോകാനും താല്പര്യമില്ലാത്ത പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ലാലിച്ചൻ്റെ മക്കൾ എന്തായാലും ലാലിച്ചൻ്റെ സ്വന്തം മക്കൾ തന്നെയല്ലേ, അപ്പോൾ അവർക്ക് അച്ഛനോട് ഒരു ആത്മബന്ധം ഉണ്ടായിരിക്കില്ലേ. എത്ര തന്നെ ആയാലും അച്ഛൻ തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർക്കില്ല. അങ്ങനെയാണ് അവരെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മക്കൾക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഡാനിയാണ് മൂത്ത മോൾ, അവൾ കോളേജിൽ പഠിക്കുകയാണ്. പിന്നെ ടെൽസയ്ക്ക് ഒരു അസുഖമുണ്ട്, അപ്പോൾ അതിൻ്റെ ചികിത്സയൊക്കെ നടത്തുന്നുണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അലീന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ കൺമുന്നിൽ ഉണ്ടായിട്ടും ഒരു വില അറിയാത്ത പോലെ നിൽക്കുന്നത്, അവർക്കെല്ലാവർക്കും ബന്ധങ്ങൾ ഉണ്ടായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് എന്തായാലും ഇതിൻ്റെയൊക്കെ വില നന്നായിട്ട് അറിയാം. ഞാൻ ഓർഫനേജിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ കുറച്ച് അനാഥ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വേറെ ഒരുപാട് കുട്ടികൾ അവരുടെ അച്ഛനും അമ്മയൊക്കെ ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും കാറിലൊക്കെ സ്കൂളിലേക്ക് അയക്കുന്നുണ്ട്. ആ സമയത്ത് പോകുന്ന സമയത്ത് അവർക്ക് ടാറ്റ കൊടുക്കുന്നു, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ട് കണ്ണിൽ വെള്ളം നിറച്ച് ഞാൻ നിന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. എനിക്കൊരു നിമിഷം ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വില അറിയില്ല. പക്ഷേ ഒരു നിമിഷം നമുക്കിതൊക്കെ ഇല്ലാതെ ആകുമ്പോൾ, നമ്മളൊരു അനാഥയായിട്ട് ജീവിക്കേണ്ടി വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇവിടെ പപ്പയ്ക്ക് സ്വന്തം മക്കളുണ്ട്, അതുപോലെ തന്നെ മക്കൾക്ക് സ്വന്തം അച്ഛനുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം എത്രത്തോളം ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അവരറിയുന്നില്ല. അവിടെയും ഇവിടെയും ജീവിക്കുമ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇതൊക്കെ പൊടി തട്ടി മാറ്റും, എനിക്കതിനൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അതേസമയം തന്നെ നമ്മുടെ ആൽബിച്ചായനും റോബിച്ചായനും കൂടി നമ്മുടെ സ്റ്റാലിനിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വലിയപ്പച്ചൻ വന്നിരുന്നു, ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീന എന്ന് പറഞ്ഞൊരു കൊച്ചിനെ നീ അവിടെ താമസിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം
ഒക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ സ്റ്റാലിനി പറയുന്നുണ്ട്, അപ്പച്ചൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ അറിഞ്ഞത്? അതിന്റെ മുൻപ് തന്നെ കാര്യങ്ങൾ അറിഞ്ഞതല്ലേ? എന്ത് തന്നെ ആയാലും അവൾ അവിടെ നിന്ന് പറഞ്ഞയക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ അവൾ എൻ്റെ മോള് തന്നെയാണ്. എനിക്ക് എൽസമ്മയിലുണ്ടായ മക്കൾ പോലെ തന്നെ എൻ്റെ സ്വന്തം മോളാണ് അവളെ. ഞാൻ എങ്ങനെ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കും? 23 വർഷം അവൾ ഓർഫനേജിൽ നിന്നതാണ്. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു എൻ്റെ മോളാന്ന്. പക്ഷെ ഞാനത് തിരിച്ചറിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവരാതെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ മോൾക്കൊരു തണൽ കൊടുക്കണ്ടേ എന്നൊക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആൽബി നീയും ഒരു അപ്പനല്ലേ, നിനക്ക് ഒരു മോളെ വില മനസ്സിലാവില്ലെന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് എൽസമ്മയിലുണ്ടായ മക്കൾ പോലെയാണോ നിനക്ക് അലീന? അല്ലല്ലോ. എൽസമ്മയെ നിനക്ക് നാടും വീടും എല്ലാവരും കൂടെ അറിഞ്ഞ് കല്യാണം കഴിപ്പിച്ച് തന്ന് അതിലുണ്ടായ മക്കളല്ലേ അത്, ആ 3 പക്ഷെ ഇത് അങ്ങനെയാണോ? കണ്ട ഏതോ പെണ്ണെ പിഴച്ചു പറ്റിയവളല്ലേ, നാട്ടുകാർ ഇതിനൊരു പേരിടും, അവിഹിതത്തിലുണ്ടായ സന്തതി എന്ന്. ഞങ്ങൾക്ക് എന്തായാലും ഇത് കേട്ടുകൊണ്ട് നിൽക്കാൻ ഇവിടെ പറ്റത്തില്ല. നിങ്ങളുടെ അത്രയും ഞങ്ങൾക്ക് എന്തായാലും തൊലിക്കെട്ടിയൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആളുകൾ പലതും പറയുന്നുണ്ട്, പറയുന്നവർ പറയട്ടെ, നിങ്ങൾ ഇതിൽ തലപൊക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നമ്മുടെ സ്റ്റാലിനി പറയുന്നുണ്ട്. എന്തായാലും സ്റ്റാലിനിയോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. അലീനയെ അവിടുന്ന് മാറ്റാനും പോകുന്നില്ല എന്ന് ആൽബിച്ചായനും റോബിച്ചായനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ തൽക്കാലം അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആൽബിച്ചായൻ പറയുന്നുണ്ട്, ഇപ്പോഴും പട്ടാള ചിട്ടയിലാണ് സംസാരിക്കുന്നത്, ഒരടി ബാക്കോട്ട് നിൽക്കുന്നില്ല ലാലിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു ദേഷ്യത്തിൽ തന്നെ പെട്ടെന്ന് വണ്ടി എടുത്ത് നമ്മുടെ ലാലിച്ചായൻ പോകുന്നുണ്ട് അവിടുന്ന്. ആ സമയത്ത് നമ്മുടെ വലിയപ്പച്ചൻ പോയിട്ട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ എന്തായാലും കുറച്ച് നേരം വൈകുന്നു മാത്രം പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ലാലിച്ചിന്റെ പോക്ക് കണ്ടപ്പോൾ ആണ്ടപ്പച്ചേട്ടനോട് ചോദിക്കുന്നുണ്ട് വലിയപ്പച്ചൻ, എങ്ങോട്ടാവാൻ പോകുന്നത്? എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെ കണ്ട ഉടനെ തന്നെ നമ്മുടെ അലീന അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അലീനയുടെ അടുത്തും നമ്മുടെ വലിയപ്പച്ചൻ പറയുന്നുണ്ട്, ലാലിച്ച എങ്ങോട്ടോ പോയി, എങ്ങോട്ടൊന്നും അറിയില്ലാന്ന്, എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോണ്ടേന്ന് അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, ആൻ്റപ്പനെ നോക്കി പറയുന്നുണ്ട് കേട്ടോ, ഇവനൊന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി, അതായത് അലീനയും അതുപോലെ തന്നെ ലാലിച്ചായനും കൂടി റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിൽ പോയിട്ട് പറയുന്നുണ്ട്, എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോണ്ടേ, ഇങ്ങനെയാണോ പപ്പയ്ക്ക് എന്താ തീരെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത, ഇതാണോ നല്ല ജീവിതം, ഇത് നല്ല ജീവിതം എന്ന് വിചാരിച്ചിട്ടാണോ പപ്പ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനെ സംബന്ധിച്ച് അവന് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നിൽക്കുന്നതാണ് അവൻ്റെ നല്ല ജീവിതം എന്നാണ് അവൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. എന്തായാലും അവന് കുറച്ച് കഴിഞ്ഞ് വന്നോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല പോകുന്നത്, എനിക്ക് ഇതൊക്കെ പൊടി തട്ടി മാറ്റണം എന്ന് അവൾ പറയുന്നുണ്ട്. ഒരു ചെറിയൊരു വാതിൽ എനിക്ക് തുറന്ന് കിട്ടി, അതുവഴി ഞാൻ കയറിക്കോളാം അങ്ങോട്ട്, എന്നിട്ട് ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാറ്റണം എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. അവളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എൽസമ്മയും മക്കളും അതുപോലെ തന്നെ നമ്മുടെ ലാലിച്ചൻ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം. റീത്തമ്മ ചേച്ചിയാണ് ഇതിൻ്റെയൊക്കെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അവൾ പറയുന്നുണ്ട്, എനിക്ക് അവരെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു നെഗറ്റീവ് പോലെ തോന്നി, അവരെന്തിനാ ഇതിൻ്റെ ഇടയിൽ കയറി കളിക്കുന്നത്? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ഒന്നിപ്പിക്കാനാണോ നോക്കേണ്ടത്, അല്ലെങ്കിൽ അകറ്റാനാണോ? ഇവിടെ റീത്തമ്മ ചേച്ചി ചെയ്യുന്നത് നേരെ തിരിച്ചല്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം അലീന ഇവിടെ വന്നതാണെന്നും വലിയപ്പച്ചൻ അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, 23 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കാര്യമാണിത്, ഇനി എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ആ ഒരു സാഹചര്യങ്ങളൊന്നും ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ, അതന്ന് അങ്ങനെ സംഭവിച്ചു പോയില്ലേ എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ പപ്പയുടെ മക്കള്, അതായത് എൻ്റെ പപ്പയുടെ മക്കളെ പ്രസവിച്ച ആ അമ്മ വന്നിട്ട് എന്നെ മോളെ എന്നൊരു വിളി വിളിച്ചാൽ മതി, ആ മടിയിൽ കയറി ഇരിക്കില്ല ഞാൻ, അവർക്ക് ഞാൻ സ്നേഹം കൊടുക്കില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നും നമ്മുടെ വലിയപ്പച്ചൻ പറയുന്നുണ്ട്. പക്ഷെ അലീന എല്ലാം നടത്തിയെടുക്കും. അവരെ ഒരുമിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അവളുടെ അമ്മ വേറെയാണെന്ന് വെച്ചിട്ട് അവൾ ഒരിക്കലും സ്റ്റാലിനിയെ എൽസമ്മയിൽ നിന്ന് അകറ്റാൻ അവളായിട്ട് ഒരിക്കലും ശ്രമിക്കില്ല. റീത്തമ്മ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനാണ് അവൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ വലിയപ്പച്ചനിൽ നിന്ന് അവൾ ചോദിച്ചറിയുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെ പരിഹാരം എവിടെയൊക്കെ കാണണമെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൾ ആഗ്രഹിച്ചതുപോലെ എൽസമ്മയെയും അതുപോലെ തന്നെ അവരുടെ മക്കളെയും സ്റ്റാലിനിയുടെ അടുത്തേക്ക് എത്തിക്കാൻ അവൾ മാക്സിമം ശ്രമിക്കും. അതൊക്കെ അതുപോലെ തന്നെ നടക്കട്ടെ. കടപ്പാട്ടൂരിലാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും കുളത്തൂപ്പുഴയിലാണെങ്കിലും എല്ലായിടത്തും അവൾ സ്നേഹബന്ധങ്ങൾ നിലനിർത്താനാണ് അവൾ നോക്കുന്നത്. കാരണം അവൾ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ നിന്ന് അതിൻ്റെയൊക്കെ വില അവൾ നന്നായിട്ട് അറിഞ്ഞവളാണ്. അതുകൊണ്ട് എല്ലായിടത്തും സ്നേഹബന്ധം നിലനിർത്താൻ അവൾ മാക്സിമം നോക്കുന്നു. ഒരു ഭാഗത്ത് നിന്ന് അവൾ ഇത്രമാത്രം എഫേർട്ട് ഇട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഒരുപാട് ട്വിസ്റ്റുകൾ ഇനിയും കഥയിൽ സംഭവിക്കാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ എന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്, യൂട്യൂബിലാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ റിവ്യൂസിനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.